പലതരത്തിലുള്ള ആളുകൾ, പല സ്ഥലത്തിൽ നിന്നുള്ളവർ, അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു സംഗമം കൂടിയാണ് ഷാർജയിലെ പുസ്തകോത്സവം. മലയാളി വായനക്കാരും എഴുത്തുകാരും കേരളത്തിൽ നിന്നുള്ള പ്രസാധകരും കൂടിച്ചേരുന്ന ഷാർജ പുസ്തകോത്സവ നഗരിയിലെ 7-ാം നമ്പർ ഹാളിൽ ചെന്നാൽ ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. കണ്ണൂരിൽ നിന്നെത്തിയ ശ്രീധരൻ കീഴറ എന്ന എഴുത്തുകാരൻ അത്രയേറെ ആഘോഷിക്കപ്പെട്ട സാഹിത്യകാരനൊന്നുമല്ലേ. പക്ഷേ 10ലേറെ പുസ്തകങ്ങൾ രചിച്ച അതിലേറെ ചെറുകഥകൾ പ്രസിദ്ധീകരിക്കാൻ അവസരം കാത്തിരിക്കുന്ന ശ്രീധരൻ ഷാർജ പുസ്തകോത്സവം കാണാനായി എത്തിയതാണ്. എഴുതുന്ന പുസ്തകങ്ങളെല്ലാം DTP ചെയ്യുന്നതും ഈ റിട്ടയർഡ് പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരനാണ്. വിവിധ തരക്കാരായ വിവിധ മേഖലകളിലുള്ള മനുഷ്യരുടെ സംഗമസ്ഥാനം കൂടിയാണ് ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദി. എനിക്കൊപ്പമുള്ളത് കണ്ണൂർ സ്വദേശിയായ ശ്രീധരൻ കീഴറ എന്ന എഴുത്തുകാരനാണ്. പഞ്ചായത്ത് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷം സ്വന്തം ജീവിതം സാഹിത്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീധരേട്ടൻ. ശ്രീധരേട്ട, ഈ റിട്ടയർമെൻറ്റ് ജീവിതം പൂർണ്ണമായിട്ടും സാഹിത്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക അല്ലേ? അതെ അതെ, ഫുൾ ടൈം സാഹിത്യത്തിൽ തന്നെയാണ്. ഞാൻ തന്നെയാണ് നോവൽ എഴുതുന്നതും അത് DTP ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളും 400-500 പേജുള്ളതാണ്. എല്ലാ പുസ്തകങ്ങളും DTP ചെയ്തതും ഞാൻ തന്നെയാണ്. ഞാൻ കണ്ണൂരിലെ പല DTP സെൻറ്ററിലും അന്വേഷിച്ചപ്പോൾ അവർ ഈ 500 പേജായതുകൊണ്ട് DTP ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് 2 ദിവസത്തെ കമ്പ്യൂട്ടർ പരിശീലനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുസ്തകങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ സ്വന്തം തന്നെ ISM ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ എഴുതിയ നോവലുകളെല്ലാം DTP ചെയ്തതും അത് ഇമെയിലായി പ്രസാധകർക്ക് അയച്ചു കൊടുക്കുന്നത്. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ഷാർജയിൽ എത്തിയത് ഈ പുസ്തകോത്സവം കാണാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ലൈഫിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ആ ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ശ്രീധരേട്ടന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഷാർജയിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.